ഈ കാണുന്ന ചെടിച്ചട്ടികളെല്ലാം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് പച്ചക്കറി കൃഷി ചെയ്യാൻ വേണ്ടി കിട്ടിയതാണ്. ഹായ്, ഷഹനാസ് റിയൽ വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ ഒന്നാണിത്. ഇത് കിട്ടുന്നതിനായി അപേക്ഷ കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കരമടച്ച റെസിപ്റ്റ്, റേഷൻ കാർഡ്, ആധാറിൻ്റെ കോപ്പി, ഒപ്പം തന്നെ 1 യൂണിറ്റ് എന്ന കണക്കിനാണ് ഇത് ലഭിക്കുന്നത്. യൂണിറ്റ് ഒന്നിന് 500 രൂപ പഞ്ചായത്തിന് ഫീസായിട്ട് കൊടുക്കണം. അപ്പോൾ മിനിമം 5 സെൻറ്റ് ഉള്ളവർക്കാണ് ഇത് കിട്ടുക. അപ്പോൾ ടെറസിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവ അനുവദിക്കുന്നത്. പരമാവധി 5 സെൻറ്റ് ഉള്ളവർക്ക് 2 യൂണിറ്റ് കിട്ടും. 1 യൂണിറ്റ് എന്ന് പറയുന്നത് 12 പോട്ടിംഗ് മിക്സ്, വളം മിക്സ് ചെയ്ത് നിറച്ച പോട്ടിംഗ് മിക്സ് നിറച്ച ചട്ടിയായിട്ടാണ് കിട്ടുന്നത്. ഒപ്പം തന്നെ അതിൻ്റെ കൂടെ ചെറിയ നഴ്സറി ഗ്രോ ബാഗിൽ ചെറിയ നടീൽ വസ്തുക്കൾ, അതായത് എനിക്ക് കിട്ടിയത് വഴുതന, തക്കാളി, പച്ചമുളക്, പടവലം, വെണ്ട, ഇത്രയാണ് കിട്ടിയത്. പലർക്കും പല തൈകളാണ് കിട്ടുക. അത് ഓരോരുത്തരുടെ വിതരണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന തൈകൾ അനുസരിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ലഭിക്കുന്നത്. അപ്പം ഞാൻ 2 യൂണിറ്റാണ് അപ്ലൈ ചെയ്തത്. 1000 രൂപ അടച്ചു. റേഷൻ കാർഡ്, കരമടച്ച റെസിപ്റ്റ്, ആധാറിൻ്റെ കോപ്പി ഇവ നൽകിയതിന് ശേഷം ഒരു 20-22 ദിവസത്തിന് ശേഷം നമ്മൾ കൊടുത്ത അപേക്ഷയിലുള്ള മേൽവിലാസ പ്രകാരം നമ്മുടെ വീട്ടിൽ കൊണ്ടെത്തിക്കും. കൊണ്ടെത്തിച്ചിട്ട് ഇവരിതിന് വളം, ഈ പോട്ടിംഗ് മിക്സോട് കൂടി കൊണ്ടുതരുന്ന ചട്ടികളിൽ വളം 1 മാസത്തേക്ക് ചെയ്യരുതെന്ന് പറയും. ഞാനിത് കിട്ടിയ ഉടനെ തന്നെ ഈ ചെറിയ കുഞ്ഞു തൈകളായിരുന്നു. അത് ഡയറക്റ്റായിട്ട് ഒന്നും ചേർക്കാതെ ഈ മണ്ണിലേക്ക് നടുകയായിരുന്നു, ചട്ടികളിലുള്ള മണ്ണിലേക്ക് നടുകയായിരുന്നു. എന്നിട്ട് ഇത് ഒരാഴ്ച തണലത്ത് വെച്ചിരുന്നു. അപ്പോൾ തണലത്ത് ഒരാഴ്ച വെച്ചതിന് ശേഷം പെട്ടെന്ന് ഡയറക്റ്റായിട്ട് നമ്മൾ വെയിലത്ത് കൊണ്ട് വെച്ചാൽ ചെറിയ തൈകളായതുകൊണ്ട് അറിയാമല്ലോ, വാടിപ്പോകും. അപ്പോൾ ഇത് തണലത്ത് വെച്ച് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള ഇതിൻ്റെ ഒരു വളർച്ചയാണ്. അപ്പം ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് കുറച്ച് വലുതാവുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പം മാറിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കാണാം. ഇതിപ്പോൾ 28 ദിവസം പ്രായമായ വളർച്ചയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിപ്പോൾ കാണുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ 24 ചട്ടിയും ഒരുമിച്ച് വെക്കാൻ സ്ഥലം ഒരു സ്ഥലത്ത് കിട്ടാത്തത് കൊണ്ട് 3 സൈഡിലായിട്ടാണ് വെച്ചത്. ഇതിപ്പം 6 വഴുതനയാണ് ഇതിനകത്തിരിക്കുന്നത്. ഇതിപ്പോൾ ഫ്ലവർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഫ്ലവറിങ് ഒക്കെ ആയിട്ടുണ്ട് ചിലതിലൊക്കെ വലുതായതിൽ. അപ്പം ഈ 3 സ്ഥലത്തിരിക്കുന്നത് കൊണ്ട് 3 തരത്തിലുള്ള വളർച്ചയാണ് ഈ ചട്ടികളിലുള്ള നടീൽ വസ്തുക്കൾക്ക് കിട്ടിയത്. കാരണം ഇത് അല്പം വെയിലുള്ള സ്ഥലത്താണ് ഇരിക്കുന്നത്. പിന്നെ പച്ചമുളകിൻ്റെ തൈ, തക്കാളിയുടെ തൈ, ഇവയെല്ലാം ഞാൻ മറ്റൊരു സ്ഥലത്താണ് വെച്ചത്. അതും പച്ചമുളകിനൊക്കെ ഗ്രോത്ത് വളരെ സ്ലോ ആണല്ലോ. അപ്പം പച്ചമുളക് തൈയൊക്കെ, തക്കാളി തൈയൊക്കെ ഈ ഒരു അവസ്ഥയിലാണ് 28 ദിവസമായപ്പോൾ ഇതിൻ്റെ വളർച്ച കാണിക്കുന്നത്. അപ്പോൾ ഇതിന് അവർ 1 മാസം വളം ചെയ്യണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് അവർ ആ പോട്ടിംഗ് മിക്സിൽ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്കറിയില്ല, കണ്ടിട്ടില്ല. എങ്കിലും പോട്ടിംഗ് മിക്സ് കണ്ട ഒരവസ്ഥയിൽ മണ്ണും ചാണകവും മിക്സ് ചെയ്തതായി കാണുന്നുണ്ട്. പിന്നെ എല്ലുപൊടിയോ മറ്റെന്തെങ്കിലും വളം ചേർത്തോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 1 മാസം ഞാനിതിന് വളം ചെയ്യുന്നില്ല. അപ്പോൾ അതങ്ങനെ തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആകെ ചെയ്യുന്നത് അരി കഴുകിയ കാടി ആണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു വളർച്ച. പിന്നെ കീടങ്ങളൊന്നും ഇതുവരെ ബാധിച്ചിട്ടില്ല. സാധാരണഗതിയിൽ കീടങ്ങളെ ബാധിക്കാതിരിക്കുകയാണ്. അപ്പോൾ എനിക്കിതാണ് കിട്ടിയത്. ഇതിൻ്റെ വളർച്ച പൂർത്തിയാവുന്ന അവസ്ഥയിൽ വീണ്ടും ഒരു വീഡിയോ ഞാൻ കാണിക്കാം. കുറച്ച് സ്ഥലമേ ഉള്ളെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, പച്ചക്കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ കുഞ്ഞ് ടെറസിലായാലും നമ്മുടെ വീട്ടിൻ്റെ ചുറ്റിലായാലും ഇതുപോലെ കൃഷി ചെയ്യാവുന്നതാണ്. ഇതിനായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ വേണ്ട വിവരങ്ങളും അതുപോലെ തന്നെ ഇതുപോലെ 1 യൂണിറ്റെങ്കിലും നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ കൃഷി ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.